നഗരസഭയുടെ ബ്രഹ്മപുരം പ്ലാന്റ് പുനർനിർമ്മിക്കുന്നു. പാഴായത് കോടികൾ. ജാഗ്രത കുറവുകൊണ്ട് മാത്രം ബ്രഹ്മപുരം പ്ലാന്റ് നിർമ്മാണം പൊതുഖജനാവിന് കോടികൾ നഷ്ടം വരുത്തിയിട്ടും നഗരസഭയ്ക്ക് കുലുക്കമില്ല. കേന്ദ്ര സർക്കാരിന്റെ ജൻഡം ഫണ്ട് ഇനത്തിൽ 82 കോടി രൂപ കൂടി കിട്ടിയ സ്ഥിതിക്ക് മുടക്കാൻ കോടികൾ ഇനിയും ബാക്കിയെന്ന മട്ടാണ് നഗരസഭയ്ക്ക്. പ്ലാന്റ് പൊളിച്ചു പണിയുന്നു എന്ന് പറയുമ്പോഴും കാര്യങ്ങൾ തീരെ നിസ്സാരമല്ല. മെഷീനറി ഉറപ്പിച്ചിരിക്കുന്ന പ്രധാന ഷെഡ്, ടിപ്പിംഗ് ഫ്ലോർ എന്നിവയ്ക്കാണ് കാര്യമായ തകരാർ. രണ്ടിന്റെയും തറ ഭൂനിരപ്പിനേക്കാൾ താഴ്ന്നു. നഗരസഭയുടെ കൈവശമുള്ള ഭൂമിയിൽ പുതിയ ടിപ്പിംഗ് ഫ്ലോർ നിർമ്മിക്കാൻ തന്നെ 1 കോടിയോളം രൂപ വേണ്ടിവരും. യന്ത്രങ്ങൾ അഴിച്ചുമാറ്റിയാലും പ്രശ്നമാണ്. തറ താഴ്ന്നുപോയതിനാൽ തകരാറിലായ കൺവെയർ ബെൽറ്റുകൾ ഇനി വീണ്ടും പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന് കണ്ടറിയണം. കുന്നുകൂടി കിടക്കുന്ന മാലിന്യം മുഴുവൻ കരഭൂമിയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെങ്കിലും മുടക്കണം ലക്ഷങ്ങൾ. പക്ഷേ ജനറൽ ഫണ്ട് കയ്യിലുള്ളതിനാൽ ഇതൊക്കെ നിസ്സാരമെന്ന മട്ടാണ് നഗരസഭയ്ക്ക്. ഇപ്പോൾ ഫ്ലോർ റെക്ടിഫിക്കേഷൻ മാത്രമേ അവിടെ ഒരു ആവശ്യം വന്നിട്ടുള്ളൂ. പ്രത്യേകിച്ചും മെഷീനറി ഇരിക്കുന്ന സ്ഥലത്ത് ഉള്ള ഒരു ചെറിയ ചെരിവുണ്ട് എന്ന് പറഞ്ഞാലും മെഷീനറി ഉപയോഗത്തിലുണ്ട്, ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. എന്നാലും അത് 24 മണിക്കൂർ ഉപയോഗപ്പെടുത്താനായിട്ട് നല്ലത് ഇപ്പോൾ തൽക്കാലം പുതിയൊരു ഫ്ലോർ ഉണ്ടാക്കി അവിടെ മെഷീനറി സ്ഥാപിക്കുക. മലിനജലം ശുദ്ധീകരിക്കാനുള്ള സംവിധാനം, പ്ലാന്റിന് ചുറ്റും ഇനിയും പൂർത്തിയാക്കേണ്ട ചുറ്റുമതിൽ, ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള ലബോറട്ടറി തുടങ്ങി കടമ്പകളേറെയാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ചിരുന്നില്ലെങ്കിൽ 19 കോടി വെള്ളത്തിൽ വരച്ച വരയാവില്ലായിരുന്നു. ഒരു പ്ലാന്റ് നിർമ്മിച്ച് 1.5 വർഷം കഴിയുമ്പോൾ തന്നെ ആ പ്ലാന്റിന് വേണ്ടി മുടക്കിയ 19 കോടിയും വെള്ളത്തിലാകുന്ന അനുഭവം ഒരുപക്ഷെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ തന്നെ ആദ്യമായിട്ടാണുള്ളത്. എന്നിട്ടും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ വീണ്ടും ഒരു 10-12 കോടി മുടക്കാൻ കഴിയുന്ന ഒരു പുതിയ പ്രോജക്റ്റുമായി വന്ന ഒരു പുതിയ ഏജൻസിയെ, നിയമപരമല്ലാത്ത മാർഗത്തിലൂടെ പുറംവാതിലിലൂടെ വന്ന ഒരു ഏജൻസിക്ക് കരാറ് കൊടുത്ത് അവരെ കൊണ്ട് വീണ്ടും കോടികൾ ചെലവഴിപ്പിക്കാൻ വേണ്ടി നടത്തുന്നതിന്റെ പിന്നിൽ അഴിമതിയുണ്ട് എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം നൽകിയാണ് പ്ലാന്റിന്റെ കാര്യങ്ങൾക്ക് മേൽനോട്ടം നൽകാൻ ഫെഡോയെ ഏൽപ്പിച്ചത്. പ്ലാന്റ് ഏറ്റവും നല്ല രീതിയിൽ നഗരസഭയ്ക്ക് കൈമാറണമെന്നായിരുന്നു വ്യവസ്ഥ. 2 വർഷത്തിന് ശേഷം ഫെഡോ കൈമാറിയത് പ്രവർത്തനക്ഷമമല്ലാത്ത പ്ലാന്റ് നഗരസഭ ഏറ്റെടുത്ത് നടത്തുന്നതിന് പകരം വീണ്ടും പുതിയൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നത് കോടികൾ മുടക്കുന്ന മറ്റൊരു പരീക്ഷണം. ഉൽപ്പാദിപ്പിച്ച ജൈവവളം പോലും കാര്യക്ഷമമായി വിറ്റഴിക്കാനായിട്ടില്ല. വളം എത്രയിട്ടിട്ടും കീഴോട്ട് വളർന്നതാണ് പ്ലാന്റിന്റെ ചരിത്രം. മനോരമ ന്യൂസ്.